ത്തേക്ക് നോക്കാൻ തോന്നുന്നില്ല. എനിക്കും വിഷമമാണ് കാണുമ്പോൾ. ഞാൻ അങ്ങോട്ട് നോക്കി പറഞ്ഞു. ആരുമില്ലല്ലോ ഇവിടുന്ന് പോയ ഫുഡ് പോലും കിട്ടില്ല. ഇങ്ങള് മാത്രമേ ഉള്ളൂ. നീ കരച്ചിൽ നിർത്തും. നീ എക്സ്പ്ലെയിൻ എന്താണ് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ആൾക്കാർ പറയുന്നത്. എക്സ്പ്ലനേഷൻ കൊടുക്കുക. ആൾക്കാർക്ക് വേണ്ട എക്സ്പ്ലനേഷൻ കൊടുക്കും. കുറെ കരച്ചിൽ ഇതും ആക്കല്ല. കോമഡിക്ക് വേണ്ടി ചെയ്തതാണ്. ഇത് നീ ആക്ട് ചെയ്യുന്നതാണോ നമുക്ക് സംശയമുണ്ട്. കൊടുക്ക, തുടക്കാൻ നിങ്ങൾ കൊടുക്കുക. എന്താന്ന് വെച്ചാൽ വേഗം സംസാരിക്കും. മോനെ നിന്നെ പുറത്താക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല. എല്ലാരും നിന്നെ പുറത്താക്കാനാ പറയുന്നത്. എല്ലാരും നിന്നെ പുറത്താക്കാനാ പറയുന്നത്. ഒരാൾ പോലും നിന്നെ പുറത്താക്കണ്ടെന്ന് പറയുന്നില്ല. ഒരാൾ പോലും പറയുന്നില്ല. എല്ലാരും കിക്ക് എന്ന് പറയുന്നത്. എല്ലാവരും കളിയാക്കി ചിരിക്കാൻ നിന്നെ നോക്ക്. ഒരാൾക്ക് പോലും നിന്റെ ഇത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. നിന്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ മനസ്സിലായോ? എന്താ നിനക്ക് പറയാനുള്ളത് പറ. നീ എന്തിനങ്ങനെ ചെയ്തു? അങ്ങനെ എന്തിനാണ് പോയി പറഞ്ഞു? ഞാനൊന്നും ചെയ്യൂല. ഞാൻ ലൈവിലൊന്നും ചെയ്യൂല. ലൈവിൽ ഇനി അല്ലെങ്കിൽ നീ ഒന്നും ചെയ്യണ്ട. നീ ലൈവിലില്ല മമ്മു. ഒന്നാമത്തെ കാര്യം അതെനിക്ക് മനസ്സിലായി. അത് ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞു. പക്ഷെ അങ്ങനെ അല്ലല്ലോ മോനെ. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് പറയുമ്പോൾ സൂക്ഷിക്കണ്ടേ? ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞ സൂക്ഷിക്കാൻ? ഒന്നും ചെയ്യൂല. അതിന് പുറത്താക്കല്ല. ഇത്രയും ഇടന്നില്ല. നീക്ക് മാത്രമല്ലല്ലോ. 1 year സസ്പെൻഷൻ എന്ന് പറയുന്നുണ്ടോ? ഇല്ലടാ അങ്ങനെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഇവൻ നാളെ പിന്നെയും പോയിട്ട് എന്തെങ്കിലും ചെയ്യും. ബാക്കിയല്ലടാ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ ഇവർക്ക് എല്ലാവർക്കും ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനാണ് ഞാൻ അവിടെ കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഒരുത്തം വന്നിട്ട് എല്ലാവർക്കും മോശം പേര് മേടിച്ചിരുന്നെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇതാടാ. ഭയങ്കര സീനാണ്. അങ്ങനെ പത്ത് കാര്യമില്ല. എല്ലാരും കിക്ക് എന്നാ പറയുന്നത്. സ്റ്റിൽ നീ കരയുന്ന കേട്ടോ ആൾക്കാർ കിക്ക് എന്നാ പറയുന്നത്. നിന്നെ പുറത്താക്കുന്ന പറയുന്നത്. ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ ഇവിടെ ചാറ്റ് പറയുന്നതിന്റെ അപ്പുറം എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല മമ്മു. ഞാൻ പറയട്ടെ, ഒരു നല്ല ബോർഡിങ്ങിൽ ഞാൻ ആക്കിത്തരാം. ഞാൻ ചിലവെല്ലാം ഞാൻ നോക്കിക്കോളാം. ബോർഡിങ്ങിൽ പോയിട്ട് കുറച്ചാലും നിൽക്ക്. കുറച്ച് ഒന്ന് മൈൻഡിൽ ഇതാകട്ടെ. മൈൻഡ് മാറട്ടെ. നിന്റെ ഈ മൈൻഡ് വെച്ചിട്ട് സീനാടാ. ഇവിടെ നിൽക്കാൻ പറ്റില്ലടാ. ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഒന്നും പറയില്ല. പെണ്ണുങ്ങളെ ഒന്നും പറയില്ല. സിംഗിളെല്ലാം നീ പറ. നീ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ടീമിൽ ഞാൻ എല്ലാവരുടെ അഭിപ്രായം ചോദിക്കട്ടെ. ഇവനെ പുറത്താക്കണം എന്ന് പറയുന്നവര് ഒന്ന് കൈവോക്കിയ. പുറത്താക്കണം എന്ന് പറയുന്നവര് നിന്റെ ഒപ്പീനിയൻ പറഞ്ഞ. റാംബോന്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു. റാംബോന്റെ എന്താ അഭിപ്രായം? നമ്മളെല്ലാരും ഒരു ടീമിലുള്ളല്ലേ. എല്ലാവരും അഭിപ്രായങ്ങൾ തുറന്നു പറ. ഓരോരാൾക്ക് എന്താ തുറന്നു പറ. പിന്നെ ഇവിടെ ഒരു തീരുമാനമാക്കണ്ടേ? ആ ബുദ്ധിങ്ങിയ പോലെ അല്ലാണ്ട് ബോണ്ട വായിലിട്ട് ബുദ്ധിങ്ങിയ പോലെ അഭിപ്രായം പറ. നിന്റെ എന്താ അഭിപ്രായം പറ. നിനക്കെന്താ തോന്നുന്നത്? ഒന്നാമത്തെ കാര്യം നമ്മളോട് പറഞ്ഞു എടാ ഇതെല്ലാവർക്കും റെസ്പോൺസിബിൾ. എല്ലാവർക്കും ഒരുപോലെയാണ്. ഇതെല്ലാവർക്കും ഒരുപോലെയാണ് ബാധിക്കുന്നത്. ഗ്യാങ്ങിനെ എല്ലാവർക്കും ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഒരാൾക്ക് വേണ്ടി മാത്രം ഇതാകുന്നല്ല. പിന്നെ നിങ്ങൾ എല്ലാവരും ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാല് ഇത് ആൾക്കാർ എന്താ ഇതാക്കുക? നിങ്ങൾ എല്ലാവരും അങ്ങനത്തെ ആൾക്കാരെന്നാ പറയാ. ഒരു തെറ്റോ ചെയ്ത ഇവൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നില്ല. ഇവൻ പറഞ്ഞ കാര്യം എന്താ അറിയോ? ഇവിടെ ഒരു തെറ്റോ ചെയ്തതിന് നമ്മൾ കൂട്ടു നിൽക്കല്ല വേണ്ടത്. നമ്മള് ടീമാണ്, ശരിയാണ്, ഗ്യാങ്ങാണ്, ഫാമിലി പോലെ കഴിയുന്നത്. പക്ഷെ ഒരു തെറ്റ് ഒരാളെ കൊന്നിട്ട് ഞാൻ പറയുന്നത് കൂടെ നിൽക്കണോ? ഇല്ല, അങ്ങനെ നിൽക്കരുത്. അങ്ങനല്ല. കൂടെ നിൽക്കാൻ പറ്റുന്ന തെറ്റല്ല. കൂടെ നിൽക്കാൻ പറ്റുന്ന തെറ്റുകളുണ്ട്. ഒരു മിനിറ്റ്, കൂടെ നിൽക്കാൻ പറ്റുന്ന തെറ്റുകളുണ്ട്. ഒരാളെ കൊന്നിട്ട് വന്നാൽ കൂടെ നിൽക്കാൻ പറ്റുമോ?
ഒരാളെ കൊന്നിട്ട് വന്നാൽ കൂടെ നിൽക്കാൻ പറ്റുമോ? ഇല്ല, പറ്റൂല. ഇല്ല, എല്ലാം അങ്ങനെ പറ്റുന്ന ഇതല്ല. അവരടക്കം വാസ്തവം ഇപ്പോഴെല്ലാം ഇത് സംഭവം നടന്നിട്ടില്ലല്ലോ. പിന്നെ നീ എന്ത് വിചാരിച്ചിട്ട് ഇത് പറഞ്ഞത്? നിക്ക് എല്ലാരും കൂടെ അടുത്ത്. പിന്നെ എന്ത് വിചാരിച്ചിട്ടാ പറഞ്ഞത്? ഞാൻ ഇത് കേട്ടത് സത്യം വിചാരിച്ച ഇല്ലാത്താന്ന് പറഞ്ഞാലോ ഒരാളെ പോയി പറഞ്ഞോ? ഓൻ പറഞ്ഞ തമാശക്ക് ആയിക്കോട്ടെ, സീരിയസ് ആയിക്കോട്ടെ, നടന്നതായിക്കോട്ടെ, നടക്കാത്തതായിക്കോട്ടെ, ഓൻ പോയി പറഞ്ഞോ? അത് ആൾക്കാർ കേട്ടോ? ഗ്യാങ്ങിനെ എല്ലാരെയും ബാധിച്ചോ? അത്രേ ഉള്ളൂ. ഇല്ലടാ, പുറത്താക്കാൻ ഞാൻ പറയില്ല. പക്ഷെ നീ ചെയ്തത് വലിയ തെറ്റാ. പുറത്താക്കണോ വേണ്ടോ എന്നുള്ളത് ഞാനല്ല പറയേണ്ടത്, അത് ആൾക്കാർ പറയണ്ട. പുറത്താക്കണോ വേണ്ടത് ഞാൻ പറയൂല. പക്ഷെ നീ ഒരാളെ കൊന്നിട്ട് വന്നാലും നമുക്ക് എല്ലാവർക്കും ഒപ്പരം നിൽക്കാൻ പറ്റില്ല. സൊസൈറ്റിനെ നമ്മൾ നോക്കാം, അങ്ങനെ കൂടെ നിൽക്കാൻ പറ്റൂല. എല്ലാ കാര്യവും അങ്ങനെ കൂടെ നിൽക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയുണ്ടോ? തമാശക്ക് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, നമുക്ക് കൂടെ നിൽക്കാം. നമ്മൾ തുണിയൂരി കളിക്കലുണ്ട്, അതിൽ തമാശയിൽ പെടുന്ന ഇതങ്ങനെ തമാശയിൽ പോകുന്ന ഒരു കാര്യമല്ല. അങ്ങനെ എല്ലാ കാര്യത്തിലും ഇവൻ ഒരാളെ കൊന്നിട്ട് വന്നാലും നമ്മൾ കൂടെ നിൽക്കേണ്ടി വരും. അതിങ്ങനെ ഇതാവും, പോസിബിൾ ആവും. നമ്മൾ 5 പേര് മാത്രമല്ലല്ലോ, നമ്മള് സൊസൈറ്റിനോട് പ്രതിബദ്ധതയുള്ള ആൾക്കാരല്ലടാ. ഞാനൊരു കാര്യം ചെയ്യിക്കട്ടെ, സൊസൈറ്റിനോട് പ്രതിബദ്ധതയുള്ള ആള് ആടെ ഇവ ഇത് പറയുമ്പോ നോക്കി നിൽക്കല്ലേ ചെയ്തത്? എന്റെ ഭാഗത്തുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പകുതി തെറ്റി എന്റെ ഇല്ല, പകുതിയല്ല അതിന്റെ മുകളിൽ എന്റെ ഇല്ല. ഞാൻ കേട്ടിരുന്നില്ല, അവിടെ 1.5 മണിക്കൂർ ഈ ബുദ്ധി ഇല്ലാത്ത ഐഡി ചെറുക്കനെ ആടുന്ന് പറയുന്നത് കേട്ടിരുന്നത്. 10 മിനിറ്റ് ആടെ അപ്പൊ പറഞ്ഞിട്ട് ക്യാമറ അങ്ങനെ തന്നെ ഒരു ചവിട്ടി വിടണായിരുന്നു. ആ ക്യാമറ നിങ്ങൾ ചവിട്ടി ഇടണായിരുന്നു. 10 മിനിറ്റ് എന്റെ മൈൻഡ് വേറെ അടുത്തേക്ക് പോയി. ആ ടൈമിൽ ഇത് സംഭവിച്ചു. അങ്ങനെ നോക്കാനാണെങ്കിൽ അല്ല ഈ ഇന്റർവ്യൂ ചെയ്ത അവള് ഇവരുടെ മീഡിയ, വെറൈറ്റി മീഡിയ, ഇവർക്ക് എല്ലാവരും അത് തെറ്റ് വരുന്നുണ്ട്. ബാക്കിയുള്ള കാര്യത്തില് എല്ലാരും കൂടെ ചേർന്ന് മുന്നോട്ട് പോകാം. കിക്കുന്ന ആൾക്കാർ എല്ലാരും കിക്കുന്ന പറയുന്നത് അതിന് ഞാൻ എന്ത് ചെയ്യണം? ബാക്ക് ടു എഡ്യൂക്കേഷൻ. അതാ ഞാൻ പറയുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, അല്ല ഞാൻ പറയുന്നത് കേൾക്കും. മമ്മു, എന്തായാലും നിനക്ക് വിദ്യാഭ്യാസം ഇല്ല, അതാണ് നിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അത് ഒരു തുണി കൊടുത്ത കയ്യിൽ എന്റെ മേത്തല്ലാവും ഇത്. ഈ വൃത്തിയില്ലാത്ത ജീവി നാറി. ഞാൻ പറയുന്നത് കേൾക്കണം അങ്ങോട്ട്, ഞാൻ പറയുന്നത് കേക്ക്. എന്തായാലും ഇവിടുന്ന് പോവുക, കുറച്ചു കാലം ഞാൻ പറയുന്നത് കേക്ക്. കുറച്ചു കാലം ബോർഡിങ്ങിലോ അങ്ങനത്തെ ഏതെങ്കിലും സ്ഥലത്ത് നിൽക്കുക. എന്തെങ്കിലും കൗൺസിലിംഗ് ഇതെല്ലാം അവർ പറയുന്നുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും ഇതുപോലെ എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ പ്രശ്നമാണ്, വിവരമില്ലാത്തതിന്റെ പ്രശ്നമാണ്. നിന്നോട് നമുക്ക് സ്കൂളിലൊന്നും പോകണ്ട, ബോർഡിങ്ങിൽ ഞാൻ കൊണ്ടാക്കി തരാം. ഞാൻ ചെലവെല്ലാം നോക്കിക്കോളാം. കുറച്ചു കാലം ഒറ്റക്കൊന്നല്ല, അവിടെ ആൾക്കാരുണ്ടാവും. അവിടെ കുറച്ചു കാലം പോയി നിന്നാ ഒന്ന് ഇതാവും, ഒന്ന് മെച്യൂർഡ് ആയിട്ട് നിനക്ക് തിരിച്ചു വരാം. ഇങ്ങനെ നീ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ പറയാൻ പോനെ ഇത് വെറുതെ ഇതാക്കാൻ കഴിയില്ലടാ. നീ ആലോചിച്ച് നോക്കിയാ മമ്മു, നീ ആലോചിച്ച് നോക്ക്. പണ്ടത്തെ പോലെ ആണോ ഇപ്പൊ നമ്മൾ പുറത്തു പോകുമ്പോ ചെറിയ ഇത്രയുള്ള മുട്ട പൈതല് 5 വയസ്സുള്ള ചെക്കൻ മുതല് 70 വയസ്സുള്ള ഉമ്മാമ്മമാർ വരെ നമ്മളെ അടുത്തേക്ക് വരുന്നുണ്ട് അല്ലെ? അങ്ങനെ ഒരു ആൾക്കാരുടെ മുന്നിൽ ആൾക്കാരെല്ലാം കാണുന്ന സ്ഥലത്ത് അവരെല്ലാരും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്താടാ? ഇത് നീ എന്താണ് അവിടെ പോയി പറഞ്ഞത്? നശിപ്പിച്ചില്ലടാ നീ. ഇല്ലടാ എനക്ക് ഒരു ഇതൊന്നും അല്ലല്ല ഇത് അല്ല അശ്വിനേട്ടൻ പറഞ്ഞ ഇതിനല്ല പുറത്താക്കണം. ഓർക്ക് തീരുമാനിച്ചു പുറത്താക്കാൻ പറഞ്ഞു. മീൻസ് എന്നോട് പറഞ്ഞു അൾട്ടിമേറ്റ്ലി എനിക്ക് തീരുമാനം എടുക്കാം. പക്ഷേ ഓഡിയൻസിന്റെ ഇത് നോക്കിയിട്ട് തീരുമാനം എടുക്കാം. എനിക്ക് വിട്ടാന്നല്ല, ഓഡിയൻസിന് വിട്ടുകൊടുത്തു. അതായത് ഓഡിയൻസ് പുറത്താക്കാൻ പറഞ്ഞാൽ പുറത്താക്കണം, അല്ലെങ്കിൽ പുറത്താക്കണ്ട. അങ്ങനെ വിട്ടാന്നല്ല, ഓഡിയൻസിന് വിട്ടുകൊടുത്തു. അതായത് ഓഡിയൻസ് പുറത്താക്കാൻ പറഞ്ഞാൽ പുറത്താക്കണം, അല്ലെങ്കിൽ പുറത്താക്കണ്ട. അങ്ങനെ കൺസിഡർ ഹിസ് ഏജ്, ദ ഏജ് ഓഫ് 17. ഓൾ ദ ബോയ്സ് ഗോട്ട് ക്യൂരിയോസിറ്റി. ഈ റിയാക്ട് ചെയ്ത ആൾക്കാർ പോലും പലതും കാട്ടിക്കാണും ആ ഏജിൽ. ഹി അക്സെപ്റ്റ് ഹിസ് മിസ്റ്റേക്ക്, ഗിവ് ചാൻസ്. നീ എന്ത് മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കിയതാ? പറഞ്ഞതിലോ എനിക്ക് ഇവന് ഇംഗ്ലീഷും അറിയില്ലല്ലോ. ഇവനെ ആ പറഞ്ഞതിൽ നിനക്ക് ദുഃഖം ഉണ്ടോ, സങ്കടം ഉണ്ടോ? നാളെ ഇവൻ ഇതിലും വലുത് ചെയ്ത് എന്ത് ചെയ്യും? നല്ല ഇവൻ ഒരിക്കലും മറക്കാത്ത പണിഷ്മെന്റിന് കൊടുക്കും. ഇവന്റെ ചാനൽ നമുക്കില്ലേ ഡിലീറ്റ് ചെയ്യാം. ഇവന്റെ യൂട്യൂബ് ചാനല് 100K കഴിഞ്ഞിട്ട് 100K കഴിഞ്ഞിട്ട് പ്ലേ ബട്ടണ് അപ്ലൈ ചെയ്ത ചാനലാണ്. ആ പ്ലേ ബട്ടന്റെ അപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്യാം.
എന്നിട്ട് ചാനൽ ഡിലീറ്റ് ചെയ്യാം. എന്ത് പറയുന്നത്? ഇവന്റെ കൺമുന്നിൽ തന്നെ ഡിലീറ്റ് ചെയ്യാം. അതാണ് ഇവനക്കുള്ള പണിഷ്മെന്റ്. ആ വക്കീലെ പറ. അവൻ തെറ്റ് ചെയ്ത് അവനത് അഡ്മിറ്റ് ചെയ്ത് അവൻ അറിയാൻ അവൻ പറഞ്ഞു പോയി, അവൻ ഉദ്ദേശിച്ചത് അവൻ ഫണ്ടിന് വേണ്ടി ചെയ്തെന്ന് പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് അവൻ. മനസ്സിലായോ? എടാ അങ്ങനെ എടാ മോനെ എടാ ഞാൻ പറയുമ്പോഴേ ശരിയാണ്, സൊസൈറ്റിയിൽ അവൻ ചെയ്തത് തെറ്റാണ്. ഗേൾസിന് അവനെതിരെ അല്ലെങ്കിൽ ആ സ്ത്രീത്വത്തിനെതിരായിട്ട് അവൻ സംസാരിച്ചത് ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട്. പക്ഷെ ഒരാളെ അവന്റെ ഭാഗത്ത് ഒരു തെറ്റ് സംഭവിച്ചു പോയി, അവനത് അംഗീകരിച്ച് എന്റെ ഭാഗത്ത് ഞാൻ ചെയ്ത തെറ്റാണെന്ന് മനസ്സിലാക്കി. ഈ സിറ്റുവേഷനിൽ ഇവരെല്ലാവരും കൂടി പുറത്താക്കി ഇവരെല്ലാവരും കൂടി ഒറ്റപ്പെടുത്തിക്കാണ് ഈ സിറ്റുവേഷൻ വേഴ്സ് ആവുള്ളൂ. എങ്ങനെ ഏത് കണ്ടിട്ട് അവന്റെ പ്രായം മനസ്സിലാക്കാം. അവൻ ഒറ്റക്കാണ്. അവൻ പല ഡിഫറൻസ് സ്റ്റേജിലോട്ട് പല സിറ്റുവേഷനിലോട്ട് പോകും. ബാക്കിയുള്ളവർക്കത് അറിയില്ല. എടാ മീൻസ് ഇവൻ എന്ത് സ്റ്റേജിൽ പോയാലും ഇവനൊരു ബോർഡിംഗ് സ്കൂളിലോ അല്ലെ അങ്ങനെയുള്ള സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടാക്കി കഴിഞ്ഞാൽ ഇവൻ സൂയിസൈഡ് ഒന്നും ചെയ്യൂല. പിന്നെന്താ പേടിക്കാനുള്ളത്? ബോർഡിംഗ് സ്കൂൾ ഒരു ഓപ്ഷനാണ്. നിന്റെ അത്രയും കെയർ ചെയ്യുന്ന പോലത്തെ ബോർഡിംഗ് സ്കൂൾ നമുക്ക് എന്ത് ഗ്യാരണ്ടി ഉള്ളത്? ബോർഡിംഗ് സ്കൂളിൽ പോകുമ്പോൾ അവിടുത്തെ ബാക്കിയുള്ള കൂട്ടുകാരെല്ലാം കൂടെ അവനെ ഒറ്റപ്പെടലിലോട്ട് പോകും. ഈ ഒരു അവൻ ചെയ്ത മിസ്റ്റേക്ക് ആണ്, അഡ്മിറ്റ് തെറ്റാണ്, നമുക്ക് എല്ലാവർക്കും മനസ്സിലായി, സൊസൈറ്റിക്ക് മനസ്സിലായി. ഈ ഒരു ചാൻസ് കൊടുക്കുമാറാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. ഞാൻ അതിനെതിരാണ്. ഞാൻ എന്റെ ഇതിനെ ഒപ്പായിട്ട് പറഞ്ഞു. ഞാൻ ഹോസ്പിറ്റലാണ് വരാത്തത്. ഇല്ലടാ ഇത് നമുക്ക് എന്റെ സാഹിബ് അല്ല വക്കീല ഇതൊന്നും ഞാൻ എന്റെ ചെയ്തിട്ട് വരാം. അല്ല ഇത് എനിക്ക് തീരുമാനമാക്കണോടാ. ഓർഗിന്റെ തീരുമാനം. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിനക്ക് അറിയാലോ. അതെ അല്ല ഞാൻ പറയട്ടെ ഇവന്റെ ചാനൽ എന്തായാലും നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അത് അല്ല അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ അല്ല അത് നമ്മളെടാ അത് അങ്ങനെ നമ്മള് കഷ്ടപ്പെട്ട നമ്മളെ അല്ലടാ ഞാൻ പറയുന്നത് കേക്ക്. ഇവന് അടുത്ത ഇവന് ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു ദിവസം ഇവൻ ചിന്തിക്കുന്നു അന്ന് ഞാൻ ഇത് ചെയ്തിട്ട് എനക്ക് എന്ത് സംഭവിച്ചതെന്ന് അവൻ ചിന്തിക്കുമ്പോ എന്തെങ്കിലും ഓന് അത്രയും വിഷമമുള്ള എന്തെങ്കിലും വേണം. അല്ലെങ്കിൽ ഇവരിത് റിപ്പീറ്റ് ചെയ്യും. ഇതെനക്ക് അറിയുന്നതാ മോനെ. ഞാൻ ഈ പ്രായം കഴിഞ്ഞിട്ട് വന്നാ മോനെ ഞാൻ പറയുന്നത് അതായത് ഇതെടുത്തങ്ങ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വീഡിയോസ് ഉണ്ട്? 1 2 3 4 5 അല്ല എന്തായാലും ഇവന് ഇതൊന്നും വലിയ സീനായിരിക്കൂല. കാരണം എന്തായാലും ഇവൻ ലൈവ് ചെയ്യുന്നില്ല. ഇവനോടത്ത് ഒന്നും അടിച്ചു ഉറങ്ങിയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. വീട്ടിലേക്ക് ആക്കിയിട്ട് കാര്യമില്ല. വീട്ടിലേക്ക് ആക്കി അറാം പറക്കും. പേര് മാറ്റാം. അടുത്ത ആരാ ഇവിടെ ലൈവ് ചെയ്യാൻ ഇതുള്ള ആഗ്രഹമുള്ള ആളാരാ? ലൈവ് ചെയ്യാൻ ആഗ്രഹമുള്ള ആള് പറ. ആഗ്രഹം എല്ലാവർക്കും ഉണ്ടല്ലോ. ചാറ്റ് പറ. അല്ലല്ല പേര് മാറ്റാ. എനിക്ക് ചാനൽ വേണ്ട. അല്ലല്ല അങ്ങനല്ല. സ്ക്രിപ്റ്റ് ഒന്നല്ല. ഞാൻ സീരിയസ്ലി എന്റെ ഉമ്മ സത്യം ഞാൻ സീരിയസ്ലി പറയുന്നത് ഇവന് ചാനലിന് വേണ്ട. അല്ലല്ല പറ. അല്ല ഞാനായിട്ട് എടാ ഇത് ഓൾറെഡി 50K 60K ഉള്ളപ്പോ ഞാനായിട്ട് കൊടുത്തതല്ല. എന്റെ സെക്കൻഡ് ചാനൽ ഞാൻ ഇവന് കൊടുത്തതാണ്. ഓക്കെ അതിന് ഞാൻ തന്നെ ഇവന്റെ അടുത്ത് തിരിച്ചെടുക്കുന്നു. അടുത്താക്ക് കൊടുക്കുന്നു. അത്രേ ഉള്ളൂ. ആർക്കാ കൊടുക്കുക? എടാ ഞാൻ പറയാം. വെയിറ്റ് ആക്ക ആടിരിക്കും. എല്ലാരും ഒന്ന് വായു വിട്ട് ഞാൻ പറയാം. ചാറ്റ് ഒരാളെ പേര് പറ. ഈ ഗ്യാങ്ങില് ലൈവ് ചെയ്യാൻ അർഹതയുള്ള എടാ മോനെ ഇത് അത്രയും ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. ഈ ലൈവ് ചെയ്യണം സ്ട്രീമർ ആണെന്നല്ല. ഞാൻ ഓരോ തവണ പുറത്ത് പോകുമ്പോൾ ഒരാൾ എന്നോട് ചോദിക്കുന്നത് എങ്ങനെ ഒരു സ്ട്രീമർ എനിക്ക് എങ്ങനെ ഒരു സ്ട്രീമർ ആണെന്ന് പറയുന്നത്. അങ്ങനെ അത്രയും ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു സംഭവം എനിക്ക് വെറുതെ കിട്ടി. ഞാൻ എനിക്ക് വെറുതെ എന്റെ സെക്കൻഡ് ചാനൽ തന്നു. ഇത് നീ ഒരു ലൈവ് പോലും ഇടാണ്ട് ഇവിടെ കണ്ട അപരാധവും പറഞ്ഞ് നടക്കുന്നു. അത്രയും ആഗ്രഹം ജാസിക്കും എനിക്കെല്ലാം അത്രയും ആഗ്രഹമുണ്ട് ലൈവ് ചെയ്യണം. ചാറ്റ് പറ ആരാന്ന് ഇവിടെ മമ്മു അല്ലെങ്കിൽ ആരാന്ന് ലൈവ് ചെയ്യാൻ അത്രയും അർഹത ഒരാളെ പറ. അങ്ങനെയാണെങ്കിൽ അയാളെ പേരിലേക്ക് ഞാൻ പേര് ഇപ്പൊ എന്റെ ഉമ്മ സത്യം ഞാൻ വെറുതെ നീ എന്ത് കാലം കാര്യമില്ല. അങ്ങനെ തന്നെ ഞാൻ പേരിപ്പോ മാറ്റുന്നത്. ഇതെങ്കിലും ഞാൻ ചെയ്യണോടാ. അമ്മ ഞാൻ പറയുന്നത് നീ ഇരിക്കും. ഞാൻ പറയുന്നത് എന്താ നീ ഡിസ്ക്രിപ്ഷൻ ഇട്ടിന്? ഞാൻ മമ്മദ് ഇതാ നിന്റെ ഡിസ്ക്രിപ്ഷൻ. യൂട്യൂബ് ചാനലിന്റെ ഡിസ്ക്രിപ്ഷനാണ് ഞാൻ മമ്മദ്.